ാണ്. അപ്പോഴാണ് ടിവിക്കകത്ത് എഴുതി കാണിക്കുന്നത് നാളെ റമളാനാണ്. പള്ളിയിൽ വിളിച്ചു പറയുന്നു നാളെ റമളാനാണ്. കേട്ട ഉടനെ എന്ത് ചെയ്യണമെന്നറിയുമോ? പറയണം അൽഹംദുലില്ലാഹ്, റമളാൻ വന്നല്ലോ അല്ലാ, റമളാൻ വന്നല്ലോ അല്ലാ, എൻ്റെ ആയുസ് നീട്ടി തന്നല്ലോ അല്ലാ. ഒരു റമളാനിൽ കൂടെ പങ്കുചേരാൻ എനിക്ക് ആയുസ് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീട്. ഉമ്മാ സുജൂദിലേക്ക് വീട്. പ്രത്യേകത എന്തെന്നറിയുമോ? ആ സമയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഈ ലോകം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹു നോക്കുകയാണ്. ആരാ ബഹുമാനിക്കുന്നത്? ആരാ സന്തോഷിക്കുന്നത്? ആരാ റമളാനിനെ സ്വീകരിക്കുന്നത്? അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആ നോട്ടമെങ്ങാനും ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടിയാൽ, ആ നോട്ടമെങ്ങാനും ഏതൊരു മനുഷ്യന് കിട്ടിയാ, ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹു ഒരു കാലത്തും ആ മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റമളാനാണോ എന്നിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോഴാരോ പറയുന്നു നാളെ റമളാൻ ഒന്നാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരൊറ്റ സുജൂദ് ശുക്റിൻ്റെ. അപ്പോഴേ ഒരു ശുക്റിൻ്റെ സുജൂദ്. അള്ളാഹു ഇങ്ങനെ നോക്കും, ആരൊക്കെയാ സന്തോഷിക്കുന്നത്, ആരൊക്കെയാ റമളാനിനെ സ്വീകരിക്കണേ. അള്ളാഹുവെ, ആ റമളാൻ സ്വീകരിച്ചവരെ റബ്ബ് നോക്കും. ആ നോട്ടം എനിക്കോ നിങ്ങൾക്കോ കിട്ടിയ പിന്നെ നീ പേടിക്കണ്ട, ഒരിക്കലും അള്ളാഹു നിന്നെ നരകത്തിലിടൂല, ഒരിക്കലും അള്ളാഹു നരകത്തിൻ്റെ തീ നിന്നെ തൊടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് അന്നു മാത്രമേ കിട്ടൂ. രണ്ടാമത്തെ ദിവസം വേറെ, അത് ഒന്നാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒന്നുകിൽ ചൊവ്വാഴ്ച മഗ്രിബ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബുധനാഴ്ച വൈകുന്നേരം ഉറപ്പാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്ക്, റബ്ബിനോട് ദുആ ചെയ്. വിചാരിക്കണം റമളാൻ വരാൻ നോമ്പ് പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമുക്ക് കാത്തിരിക്കാം. അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധമായ റമളാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ പേടിക്കണം ചങ്ങായിമാരെ, റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നു. റമളാൻ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് തറാവീഹ് നിസ്കരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റമളാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലം നോമ്പ് പിടിച്ചാൽ പകരാവോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? റമളാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലമല്ല, ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന് പകരമാവില്ല. അതാ നോമ്പിൻ്റെ പ്രതിഫലം എന്താ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഉസ്താദന്മാർ പറയും നോമ്പ് പിടിക്കുന്നവനെ റയ്യാൻ എന്ന് പറയുന്ന വാതിൽ വിളിക്കുമെന്ന്. അതൊന്നും അല്ല പ്രതിഫലം. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. എന്താന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. റമളാനിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു 30 ദിവസവും നോമ്പ് പിടിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. ദുആ ചെയ്യണേ. എന്തിനാ താത്ത ഈ റമളാനിന് 2 മാസം മുമ്പേ ദുആ ചെയ്യുന്ന? എന്തിനാ? നീ നിൻ്റെ ഉമ്മ നോക്കിയ, നിൻ്റെ ഉമ്മ റജബ് മാസം വന്നപ്പോൾ തന്നെ വീട് വൃത്തിയാക്കി, ചിലന്തി വലയൊക്കെ അടിച്ച് കളഞ്ഞു, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞു, വീടിൻ്റെ പരിസരം മുഴുവനും വൃത്തിയാക്കി. നീ ചോദിച്ചു ഉമ്മ കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ലടി മോളെ, റമളാൻ വരുന്നടി. നിൻ്റെ ഉമ്മ റജബ് വന്നപ്പോഴേ വീടും പരിസരവും വൃത്തിയാക്കി. ശഅബാൻ 26 നീ എന്തേ ഒരുങ്ങിയിട്ടുള്ളേ? നാളെ കഴിഞ്ഞ് മറ്റേനാൾ സംശയത്തിൻ്റെ ദിവസമാണ്. ചൊവ്വാഴ്ച രാത്രി ചിലപ്പോൾ തറാവി ഉണ്ടാകും, ബുധനാഴ്ച നോമ്പായിരിക്കും, അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പാ. നീ എന്തൊരുങ്ങി? വീടും പരിസരവും ഒരുക്കണ്ട, നീയെങ്കിലും ഒന്ന് ഒരുങ്ങിയോ? നീ വീട് ഒരുക്കണ്ട, പരിസരം ഒരുക്കണ്ട, നിന്റെ വീട് പരിസരം നീയെങ്കിലും ഒന്ന് ഒരുങ്ങിയോ? ഇത് നമ്മൾ അലിക്കണം. നമ്മളിങ്ങനെ പൊട്ടന്മാരെ പോലെ നടക്കാം. ചൊവ്വാഴ്ച വിളിച്ചു പറയുന്നു നാളെ നോമ്പാന്ന്. പണ്ടാരെങ്കിൽ എത്തിയില്ലേപ്പ, അതാ ചിന്ത. നീ എത്തി, നീയിപ്പോൾ നോമ്പ് പിടിക്കണം. പഴയതുപോലൊന്നും പറ്റൂല. നമുക്കൊന്നും നോമ്പില്ലടോ. ഓരോന്നൊക്കെ നോമ്പ് മുറിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ പകല് മുഴുവനും പട്ടിണി ഇരുന്നതിൻ്റെ പ്രതികാരമാണ്. അങ്ങനത്തെ തീറ്റിയാണ് തിന്നുന്നേ. സാധാരണ റമളാൻ കഴിയുമ്പോൾ തടി കുറയും, ഇപ്പം റമളാൻ കഴിയുമ്പോൾ തടി കൂടുക. അത്രയ്ക്കും തീറ്റിയാണ്. എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മാതാപിതാക്കൾക്കും മക്കൾക്കും ഫിത്നയാണ്.
അവർക്ക് സങ്കടമാണ്, അവർക്ക് നാശമാണ്, അവർക്ക് ദുരിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ കാരണം ഇന്നത് എൻ്റെ മകനാണെന്ന് പറയാൻ മാതാവും പിതാവും നാണിക്കുന്നു. മക്കൾ കാരണം ജീവിച്ചിരുന്ന കാലത്ത് നല്ലവരായി ജീവിച്ചവർ മക്കൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കുന്നൊരവസ്ഥ. മക്കൾ കാരണം വല്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എല്ലാവരും ചോദിക്കുകയാണ്, ഉസ്താദേ ഇനി എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളുണ്ടല്ലോ, വാപ്പാനെ തല്ലാൻ കൈപൊക്കുന്ന, ഉമ്മയെ ചീത്ത പറയുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ. ഉമ്മാനോട് കടിച്ചു കീറുകയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൾ. അവളോടെങ്ങാണ് മാതാവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കടിച്ചു കീറുകയാണ്, ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഉമ്മയോടെങ്ങാണ് ഉമ്മ മക്കളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വാപ്പ മക്കളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടുകയാണ്, വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്, കയ്യിൽ കിട്ടുന്നത് എടുത്തു വലിച്ചെറിയുകയാണ്. മക്കൾ കാരണം സങ്കടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, ഈ മക്കൾ ഇങ്ങനെയാകാനുള്ള കാരണം എന്താടോ? ഈ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ മാത്രം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കൾ ഇങ്ങനെയാകാനും നിങ്ങളും ഒരു കാരണക്കാരാണ്. മക്കൾ ഇങ്ങനെ തലതിരിഞ്ഞു പോകാൻ നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ്. നമ്മൾ നമ്മളുടെ പിഴവുകൾ തിരുത്തണമല്ലോ, നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരുത്തണമല്ലോ. പടച്ചവനെ, മക്കളെ വളർത്തേണ്ട രീതിയിലാണ് വളർത്തേണ്ടത്. എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ പറയാത്തതൊന്നുമില്ലല്ലോ, അള്ളാന്റെ ഖുർആൻ പറയാത്തതൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നവരാണല്ലോ. 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ പേജുകളും എടുത്തു നോക്കുമ്പോ, ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോ ഒരുപാട് ചരിത്രങ്ങൾ കാണാം, ഒരുപാട് സംഭവങ്ങൾ കാണാം. മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്ത അദാബുകളെ കുറിച്ച് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. ഒരു ചരിത്ര പുസ്തകമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പിന്നെ എന്തിനാണ് അള്ളാഹു നമുക്കൊക്കെ കഥ, നമുക്കെല്ലാം നന്നാകുന്നതിനും കണ്ടുപഠിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇറക്കി തന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. അതിനകത്ത് ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുകയാ, അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം. അള്ളാഹു തന്നെ പറയുന്നു, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രമാണ്. ഒരു പ്രവാചകന്റെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരികയാ. ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു തന്നെ പറയുന്നു, ഏറ്റവും മനോഹരമായ ചരിത്രം. ആരുടെ ചരിത്രമാണെന്നറിയോ? ഒരു വാപ്പാടെ ചരിത്രമാ പെങ്ങളെ, ഒരു പിതാവിന്റെ ചരിത്രം അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പിതാവിന്റെ ചരിത്രം പറയുകയാ. ആ പിതാവ് ആരെന്നറിയുമോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 2ഉം 3ഉം മക്കളല്ലേ നിനക്കുള്ളൂ. അവരെ തന്നെ എങ്ങനെ വളർത്തണമെന്ന് നിനക്കറിയുന്നില്ല. നീ സങ്കടപ്പെടുകയാണ്. വാപ്പാ, യാക്കൂബ് നബിക്ക് 1ഉം 2ഉം മക്കളല്ല, 12 മക്കളുണ്ടായിരുന്നു. 12 മക്കളുടെ വാപ്പയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. 12 മക്കളെ വളർത്തിയ വാപ്പയാണ്. പടച്ചവനെ, എങ്ങനെയാണ് വളർത്തിയതെന്നറിയുമോ? യാക്കൂബ് നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? പാരമ്പര്യമായി പ്രവാചക തലമുറയാണ്, പ്രവാചകന്മാരുടെ തലമുറയാണ്. യാക്കൂബ് നബിയുടെ വാപ്പയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, അവിടെ ഇങ്ങനെ പരമ്പര പഠിച്ചു നോക്ക്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുകളിലോട്ടുള്ള പരമ്പര എങ്ങനെയാണ്? ഇനി താഴേക്ക് പരമ്പര തെരഞ്ഞു നോക്കിയ യൂസുഫ് നബി
നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. പടച്ചവനെ തലമുറകൾ പടച്ചവനെ വല്ലാത്ത ക്വാളിറ്റിയുള്ള പരമ്പരയാ. ആ യാക്കൂബ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. എങ്ങനെയാണ് 12 മക്കളെ വളർത്തിയത്? എങ്ങനെയാണ് 12 മക്കളെ വളർത്തിയത്? ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണമെന്നറിയോ? യാക്കൂബ് നബിയുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ യാക്കൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ 12 മക്കളെ വളർത്തിയ യാക്കൂബ് നബിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? യാക്കൂബ് നബിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. നമ്മളിലധികം പേർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം. എന്താണ് യാക്കൂബ് നബിയുടെ സ്വഭാവം എന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് നബിയുടെ പ്രത്യേകതയാണ് തന്റെ മക്കളെ ഉപദേശിക്കുമായിരുന്നു. തന്റെ മക്കൾക്ക് എന്താണ് ഉപദേശം കൊടുക്കുന്നത്? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവർക്ക് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? മക്കളെ, ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. യാക്കൂബ് നബി പറയുന്നു, മക്കളെ, നിങ്ങൾക്കൊരു മതമുണ്ട്, നിങ്ങൾ മതമനുസരിച്ച് വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരു ദീനുണ്ട്, ആ ദീന് മുറുകെ പിടിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. അതാ യാക്കൂബ് നബി തന്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ദീനനുസരിച്ച് വിട്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരാദർശമുണ്ട്. വാപ്പ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മക്കളെ, നിങ്ങൾക്കൊരാദർശമുണ്ട്, ആ ആദർശം മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാലേ നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കുകയുള്ളൂ. യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം അത് ആദർശമായിരുന്നു. തന്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുമായിരുന്നു. പടച്ചവരെ, അവസാനം മരണമെടുത്തു വന്നപ്പോ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മരണം അവിടെ നടത്തു വന്നപ്പോ, യാക്കൂബ് നബി അപ്പോഴും 12 മക്കളെ അടുത്ത് വിളിക്കുകയാണ്. തന്റെ 12 മക്കളെ അടുത്ത് വിളിച്ചു. എന്നിട്ടും മരണം സമയമായപ്പോ, മരണമെടുത്തപ്പോ അപ്പോഴും യാക്കൂബ് നബി അവിടെ ഉപദേശിക്കുകയാ. എന്താണ് കൊടുത്ത ഉപദേശമെന്നറിയുമോ? അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് നബി തന്റെ മരണമെടുത്ത സമയത്ത് തന്റെ പന്നാര മക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് 12 മക്കളോട് ചോദിക്കുകയാണ്, മക്കളെ, ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആദർശം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാപ്പയുടെ മരണമെടുത്തിരിക്കുകയാണ്. മാ തഅബുദൂന മിൻ ബഅദി. ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ചോദ്യം ചോദിച്ചിട്ട് മക്കളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുകയാണ്. വാപ്പ മരിച്ചാ നിങ്ങൾ ആരെ ആരാധിക്കും? നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുമ്പോ മക്കൾ പറഞ്ഞ മറുപടി എന്താ? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദാ.
മക്കള് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? മക്കളെ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. പടച്ചവനെ, നമ്മളുടെ ഉപ്പാപ്പമാര് അവര് ഏത് റബ്ബിനെയാണോ ആരാധിച്ചത്, അവരേത് ആദർശമാണോ മുറുകെ പിടിച്ചത്, വാപ്പാ ഒരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട, ഞങ്ങൾ ആദർശത്തിലാണ്, ആ ദീനാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്, അതേ ആശയത്തിലാണ് ഞങ്ങൾ മരിക്കുന്നത് വരെ ജീവിക്കുന്നത്. യാക്കൂബ് നബി ചിരിക്കുകയാ. അവിടെന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ ഈ വഅദ് കേൾക്കാൻ വന്ന വാപ്പയോട്, വാപ്പാ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ആദർശമെന്ന് പറയുന്നത് അമാനത്തല്ലേ? ആദർശമെന്ന് പറയുന്നത് അമാനത്തല്ലേ? അമാനത്തെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയുമോ? അമാനത്തെന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കണം പെങ്ങളെ. ആദർശമെന്ന് പറയുന്നത് അമാനത്താ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാന പ്രഭാഷണത്തിൽ നബിതങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനോട് നബിതങ്ങൾ അവസാനമായി പറഞ്ഞ വാക്കെന്താ? ബല്ലിഗ് അന്നീ വലൗ ആയാ. പാരമ്പര്യമായി നിന്റെ കയ്യിലും ദീൻ വന്നല്ലോ, നിന്റെ കയ്യിലും ആദർശം വന്നല്ലോ. ഈ ആദർശം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ട്, നിന്റെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ട്, വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കണ്ട്. ഇത് അമാനത്താ, ഇത് അമാനത്താ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ആദർശം പഠിപ്പിച്ചു കൊടുക്കണം തൻ്റെ മക്കൾക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഉസ്താദന്മാരുടെ പണിയാന്ന് നിങ്ങൾ വിചാരിച്ചോ? അല്ല. അമാനത്തെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, സുബൈർ ഉസ്താദിന്റെ കയ്യിൽ ഞാനൊരു 10 രൂപയുടെ നോട്ട് കൊടുത്തു. ഒരു 10 രൂപയുടെ നോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇത് അമാനത്ത് വെച്ചോണം, ഞാൻ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു തരണം. ഒരു 10 രൂപയുടെ നോട്ടെടുത്ത് ഞാൻ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോയി. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ആ പൈസ ചോദിക്കുമ്പോൾ ഏതെങ്കിലും 10 രൂപ എടുത്ത് തന്നിട്ട് കാര്യമില്ല. സുബൈർ ഉസ്താദ് ഏതെങ്കിലും ഒരു 10 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് കാര്യമില്ല. ഞാൻ കൊടുത്ത അതേ നോട്ട് തന്നെ എൻ്റെ കയ്യിൽ തരണം. അതാണ് അമാനത്ത്. ഇതാണ് അമാനത്ത് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദർശമെന്ന് പറയുന്നത് നീ ഇങ്ങനെ ചുമ്മാതിരിക്കാനുള്ളതല്ല, അത് പകർന്നു കൊടുക്കണം. അത് നമ്മുടെ കടമയാ, നമ്മുടെ ബാധ്യതയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീടിൻ്റെ അകത്ത് പോലും ആദർശം വ്യത്യസ്തമാണ്. ഒരു വീടിൻ്റെ അകത്ത് പോലും പടച്ചവനെ ഒരു വിഷയം വന്ന, എടാ ഇപ്പൊ റമളാൻ വരുന്നുണ്ട്, വാപ്പ നിസ്കരിക്കുന്നത് 20, മോൻ പറയുന്നു വാപ്പ 8, അവിടെ പോലും ഒരു യോജിപ്പില്ല. ഒരു വീടിൻ്റെ അകത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ, റജബ് 27 വന്നു, മിറാജിന്റെ രാത്രി നോമ്പുണ്ട്, മിറാജിന്റെ നോമ്പ് നമ്മൾ പിടിക്കും, ബറാഅത്തിന്റെ നോമ്പ് പിടിക്കും, വാപ്പ നോമ്പ് പിടിക്കും, മക്കൾ പിടിക്കൂല, അല്ലെങ്കിൽ ഭാര്യ പിടിക്കൂല. ഒരു വീടിൻ്റെ അകത്ത് പോലും നമുക്ക് ആദർശത്തിന് യോജിപ്പില്ല. എന്തുകൊണ്ടാണ് സമസ്ത അൽഹംദുലില്ലാ ആദർശ സമ്മേളനം നമുക്ക് നടത്തുന്നല്ലോ? എന്താണ് ആദർശം പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സമുദായം 73 വിഭാഗമാകും. എൻ്റെ സമുദായം മുസ്ലിം വിഭാഗം 73 വിഭാഗമാകും മുസ്ലിമീങ്ങൾ. ആ 73-ൽ 72 വിഭാഗവും നരകത്തിലാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സമുദായം 73 വിഭാഗമാകും. ആ 73-ൽ 72 നരകത്തിൽ പോകും. ഒരേ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഈ നരകത്തിൽ പോകുന്നത് 72 വിഭാഗം, സ്വർഗത്തിൽ പോകുന്നത് 1 വിഭാഗം. ഈ 1 വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ ഈ 73 വിഭാഗവും പറയും ഞങ്ങളാണെന്ന്. അതാ മനസ്സിലാക്കണ്ടേ. എടോ, ഈ 73 വിഭാഗവും ഈ നരകത്തിൽ പോകുന്ന 72 വിഭാഗവും പറയും ആ സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങളാ. ഉദാഹരണം പറഞ്ഞ, ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്നവരും ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർക്ക് 5 വഖത്ത് നിസ്കാരമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ മാത്രമേ പോകൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല, ദുആയുമില്ല, ദിക്റുമില്ല, മൗലിദുമില്ല, റാത്തീബുമില്ല, ഒന്നുമില്ല എന്ന് ഈ പറയുന്നവർ മുഴുവനും പറയുന്നത് ഞങ്ങളാ പോകുന്നേ, ബാക്കി എല്ലാവരും നരകത്തിലാ.
ഞങ്ങൾ മാത്രമേ പോകൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എടാ, ഈ 73 വിഭാഗത്തിലും താടിയും തഴമ്പും, താടിയുടെ നീളം കണ്ട വല്ലാത്ത നീളവാ, പച്ച ഷാള് വിട്ടുകൊണ്ട് തലപ്പാവം കെട്ടി നിസ്കാര തഴമ്പും ഹാഫിളും ആലിമും തങ്ങന്മാര് വരെ ഇതിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത്, അവിടെയും തങ്ങന്മാരില്ലേ, അവിടെയും ഉസ്താദന്മാരില്ലേ, ഇവരല്ലേ നേതൃത്വം കൊടുക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ പൊന്നാര ചങ്ങാതി, ശൈത്താനും വലിയ ഉസ്താദായിരുന്നു, വലിയ അറിവുള്ള ആളാണ് ഇബ്ലീസ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഉസ്താദാണ് അസാസിയിൽ. അപ്പം നമ്മൾ പഠിക്കേണ്ടത് അതിലൊന്നും കാര്യമില്ല, താടിയിലും തഴമ്പിലൊന്നും കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദാണ് ചെയ്യുന്നതെങ്കിലും തെറ്റ് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉസ്താദന്മാർ ചെറുപ്പക്കാർ ചോദിക്കും, അവിടെ ഉസ്താദന്മാരും തങ്ങന്മാരൊക്കെ ഇല്ലേ? എടാ പൊന്നാര ചങ്ങാതി, ആകാശത്തിൻ്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തിൻ്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കണം? ആരാ? എന്താ വല്ല പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആകാശത്തിൻ്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല ആളാരാ? പറയടോ. ആരാ താത്തമാരെ? ഉസ്താദന്മാർ. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? നിങ്ങളെന്തെങ്ങനെ ഇരിക്കണേ? ഏറ്റവും തലതിരിഞ്ഞവനാരാ? ആരാ താത്തമാരെ? ആരാ? ഉസ്താദന്മാർ തന്നെയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും നല്ലതാരാ? ഉസ്താദന്മാർ. ഏറ്റവും തലതിരിഞ്ഞതും ആലിമീങ്ങളാ. ഏറ്റവും മോശമായതും ഉസ്താദ് തന്നെയാ. നിങ്ങൾ വീട് കുറ്റിയടിക്കാനും കട ഉദ്ഘാടനം ചെയ്യാനും കല്യാണം നടത്താനും ഉദ്ഘാടനത്തിന് മുഴുവനും വിളിക്കുന്നത് ഉസ്താദന്മാരെയാ. അങ്ങനല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങളൊന്നും വിളിക്കൂലേ? ഇപ്പം വിളിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഉസ്താദിനെ കട ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ രാവിലെ 4 മണിക്ക് സുബൈക്ക് മുമ്പേ വിളിച്ചുകൊണ്ട് പോയിട്ട് ആരും കാണാതെ ഷട്ടർ പൊക്കി അടയിൽ കയറ്റും, കള്ളനെ കയറ്റുന്ന പോലെ. രാവിലെ വെളുപ്പാങ്കാലത്ത് ആരെയും കാണാതെ ഉസ്താദിനെ കൊണ്ടുപോയി സുബൈക്ക് മുമ്പ് കൊണ്ടുപോയി വീടിന് അവിടെ കടക്കകത്ത് കയറ്റി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ദുആ ചെയ്തു പോയി. 10 മണിയാകുമ്പോൾ പിന്നെ ഹൂറില്ലീങ്ങൾ വരുന്നത് പോലെ വരും, VVIPകൾ. അത് വേറെ. ഞാൻ പറഞ്ഞത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉസ്താദന്മാരെ കൊണ്ടുപോകുന്നേ, അത് ബറക്കത്തുള്ള കാര്യമാണ്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി നരകം ഉദ്ഘാടനം ചെയ്യും അള്ളാഹ്. നരകത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന ശരീരത്തിൽ ഒരു ശരീരം ഉസ്താദിന്റെ ശരീരമാണ്. ഒരു ഉസ്താദിന്റെ ശരീരം വെച്ചിട്ട് അള്ളാഹു നരകത്തെ കത്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ തലമുറയെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 73 വിഭാഗത്തിൽ സ്വർഗത്തിൽ കിടക്കുന്നത് ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. ആ ഒരു വിഭാഗമാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുന്ന് സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, പടച്ചവനെ അങ്ങനെ പല 4 ഇമാമുമാര്, അവിടുന്ന് ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, പടച്ചവനെ തലമുറകൾ കൈമാറി വന്ന ആദർശമുണ്ടല്ലോ, അവര് പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനുണ്ടല്ലോ, പടച്ചവനെ ആ ആദർശം മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞ സുന്നികള്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, സമസ്തയുടെ 100ാമത്തെ വാർഷികം നടന്നല്ലോ സഹോദരാ. പടച്ചവനെ, തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ആദർശമെന്ന് പറഞ്ഞ ഒരു വാക്കില് സമസ്തയുടെ നേതൃത്വം പറഞ്ഞ, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു ആദർശത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തിരിച്ചു പറയേണ്ട ഗതി വന്നിട്ടില്ല സഹോദരാ, മാറ്റി പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും 100 കൊല്ലമല്ല, ഖിയാമത്ത് നാൾ വരെ പറയുന്ന ആദർശം മാറ്റൂലടോ. അതാണ് പടച്ചവനെ സമസ്ത എന്ന് പറയുന്നത്. അതിനാണ് ആ കുട കീഴിലേക്ക് മക്കളെ കൊണ്ടു ചേർക്കാൻ പറയുന്നത്. പടച്ചവനെ, സംഘടനയല്ല, അതൊരു സംഘടനയല്ല, അതൊരു പാർട്ടിയല്ല. പടച്ചവനെ, അധികാരമോഹങ്ങൾ ഇഷ്ടപ്പെടുന്നവരില്ല, അതൊരു വഴിയാടോ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാണ്. വഴി ഇങ്ങനെ പോകുമ്പോ പല വഴികൾ കാണുകയാണ്. പല വഴികൾ കാണുമ്പോ ആ വഴി തെറ്റി പോകുന്ന മനുഷ്യന് ഒരു ഗൂഗിൾ മാപ്പ് പോലെ ആ വഴി തെറ്റുന്നവന് വഴി കാണിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. അല്ലാഹുവേ, അതിന്റെ പിന്നിൽ അണിനിരക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ.
ആരൊക്കെ പറഞ്ഞാലും ആ ഒരു വിഭാഗം പടച്ചവനെ നമ്മളാടോ. പടച്ചവനെ പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ, കളിയാക്കേണ്ടവർ കളിയാക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അൽഹംദുലില്ലാഹ് ആ ഒരു വിഭാഗം സുന്നികളാടോ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സുന്നത്തു ജമാഅത്തിന്റെ അഹ്ലുകാരാണ്, അത് ഏതുമാകട്ടെ, സുന്നികൾ എന്നും സുന്നികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളവിടെ ഐക്യ പ്രഖ്യാപനം നടത്തി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ഐക്യം നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആദർശം പഠിപ്പിച്ചു കൊടുക്കൂ. ഉസ്താദ് വേണം മയ്യത്ത് നിസ്കരിക്കാൻ, എൻ്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യണം. പടച്ചവനെ, മരിക്കുന്നതിനും ജീവിച്ചിരിക്കുന്ന പിതാവ് സ്വന്തം വസിയത്ത് ചെയ്യുകയാണ്. മക്കൾ കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാ, നിന്റെ രക്തത്തിൽ പിറന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകൂല. ഉമ്മ നീ പ്രസവിച്ചതാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മക്കളാകണമെന്നില്ല. മക്കളാകണമെങ്കിൽ എങ്ങനെ ആകണമെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ശൈഖുൽ അംബിയാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ചവരെ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ്. അതുപോലെ ലോകത്ത് ഒരു നബിയും പ്രബോധനം നടത്തിയിട്ടില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കനാൻ എന്ന് പറയുന്ന പൊന്നുമോൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. വാപ്പയുടെ ആദർശമല്ല, വാപ്പ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വാസമില്ല. അവസാനം തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുമ്പോ വാപ്പ കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് വിളിക്കുന്നു, യാ ബുനയ്യാ, ഉപ്പാട പൊന്നുമോനെ, വാപ്പാടെ കൂടെ കപ്പലിൽ കേറടാ, വാപ്പാടെ ആദർശം മുറുകെ പിടിക്ക്. ഇത് സാധാരണ വെള്ളപ്പൊക്കമല്ല, ഇത് അല്ലാഹുവിന്റെ അദാബാ, ഇത് അല്ലാഹുവിന്റെ അദാബാ. വാമോനെ എന്ന് തന്റെ പൊന്നാര മകനെ വിളിക്കുമ്പോ വാപ്പാടെ പണി നോക്കിക്കോ. ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. തന്റെ പൊന്നാര മകന്റെ മറുപടി അതാണ്. അവസാനം തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് നൂഹ് നബിയുടെ മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോ നൂഹ് നബി വാപ്പയാ, നൂഹ് നബി വാപ്പയാ അല്ലാഹുവോട് ചോദിക്കുകയാണ്, വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ഇബ്നീ. അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, ഇത് എൻ്റെ മകനാണ് റബ്ബേ, ഈ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകുന്നത് എൻ്റെ മകനാണ് പടച്ചവന്, എൻ്റെ കുടുംബമാണ് പടച്ചവന്. അല്ലാഹ് വ ഇന്ന വഅദകൽ ഹഖ്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ അഹ്ലിനെ നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന്, എൻ്റെ അഹ്ലിനെ സംരക്ഷിക്കുമെന്ന് നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് എൻ്റെ മകനാണ് റബ്ബേ. അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെ നിന്ന് ഖുർആൻ പറയുകയാ, വലൈസ മിൻ അഹ്ലികാ, നൂഹേ നിന്റെ ആദർശമല്ല നൂഹേ, നിന്റെ കുടുംബമല്ല നൂഹേ, വിട്ടേക്ക് നൂഹേ എന്ന് പരിശുദ്ധിച്ചിട്ട് കാര്യമില്ല. അള്ളാന്റെ ദീൻ പഠിക്കേണ്ടത് പുസ്തകങ്ങളിൽ നിന്നല്ല, ഏതെങ്കിലും പ്രഭാഷണത്തിന്റെ അല്പ കട്ടുകളിൽ നിന്നല്ല ദീൻ പഠിക്കേണ്ടത്. അത് ദീൻ പഠിക്കേണ്ടത് ഖുർആനും ഹദീസും ആലിമീങ്ങളിൽ നിന്ന് ചോദിച്ചു പഠിക്ക്. എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും, എൻ്റെ മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കുക. ഇത് എന്തുമാകട്ടെ. ഈ ഉസ്താദന്മാർ 10-12 കൊല്ലം തച്ചിനിരുന്ന് പഠിച്ചതാ, ചുമ്മാതെ ഇന്നലെ കുളിച്ച് കയറിയതല്ല. അള്ളാഹു കൊടുത്ത ജീവിതത്തിലെ ആയുസ്സിൽ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അൽഹംദുലില്ലാഹ് ഉസ്താദന്മാരൊക്കെ പഠിച്ചിരിക്കുന്നത്. ആ ഉസ്താദന്മാരോടൊക്കെ വന്നിട്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്കറിയേണ്ടത്, ഈ താടിയും ഇങ്ങനെ ഏതെങ്കിലും ഒരു താടിയുള്ള ഒരുത്തനെ കണ്ടോ, ഒരു തഴമ്പുള്ള ഒരുത്തനെ കണ്ടോ, അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവന് ഖുർആനിലെ ഏതെങ്കിലും സൂറത്തിന്റെ അർത്ഥം അറിയോ? ഏതെങ്കിലും ഒരു ഹദീസ് കിതാബ് എടുത്തു വെച്ചിട്ട് ഇബാറത്ത് തെറ്റാതെ ഒന്ന് വായിച്ച് അർത്ഥം വെക്കാൻ കഴിയോ? അവനറിയില്ല. അവൻ ആരെങ്കിലും എഴുതി വെച്ച മലയാള പുസ്തകമേ അറിയൂ.
ഈ പഠിച്ച ആലിമീങ്ങളോട് വന്ന് ചോദിക്ക്. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ, നബിതങ്ങൾ പഠിപ്പിച്ച ഹദീസല്ലേ? എപ്പോഴും മസ്അല ചോദിക്കുമ്പോൾ അറിവുള്ളവരോട് വേണം ചോദിക്കാൻ. എപ്പോഴും മസ്അല ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിൽ പോയി പ്രസിഡന്റിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, സെക്രട്ടറിയോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഓനോട് വേറെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പറയും. മസ്അല ചോദിക്കണമെങ്കിൽ അത് ഇമാമിനോട് തന്നെ ചോദിക്കണം. അള്ളാഹു ഇവിടുത്തെ ഇമാമിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. പ്രസിഡന്റിനെടുക്കെ പോയിട്ട് മസ്അല ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇയാൾ 99 പേരെ കൊന്നപ്പോഴാണ് ഓന് നന്നാവണമെന്ന് തോന്നിയേ. അങ്ങനെ ഇങ്ങനെ നന്നാകാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു താടിയൊക്കെ ഉള്ള ഒരാൾ വരുന്നുണ്ട്. കണ്ടാൽ വലിയ ആളെ പോലെ ഇരിക്കുന്നു. താടിയും തഴമ്പുള്ള ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, 99 പേരെ കൊന്ന നീ തീർന്നടാ, നീ നരകത്തിലാ, നിനക്കല്ല പുറത്തു തരൂല. നീ 99 പേരെ കൊന്ന മനുഷ്യനെ നീ രക്ഷപ്പെടൂല. ഇയാൾക്ക് സങ്കടമായി. അപ്പോൾ ഇയാൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇവൻ എന്തിനാ 100 അങ്ങ് തികച്ചേക്കാൻ, തട്ടിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. അങ്ങനെ 100 പേരെ കൊന്നു. 100 പേരെ കൊന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഉസ്താദ് വരുന്നുണ്ട്, അറിവ് പഠിച്ച ഒരു ആലിമ്. ഉസ്താദിനെ കണ്ടപ്പോൾ ചെന്നിട്ട് ചോദിച്ചു, ഉസ്താദെ, ഞാൻ 100 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുമോ? ഉസ്താദ് തോളി കൈയിട്ട് അടുപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, എന്തു പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരും, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും, നീ എന്തിനാ പേടിക്കണേ? അള്ളാഹു എത്ര പാപം ചെയ്താലും പുറത്തു തരും. ഇതാണ് ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം. ആലിമ് പഠിച്ച ആളാ, അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിനക്ക് അള്ളാഹു പുറത്തു തരും, നീ തൗബ ചെയ്യ്. അപ്പുറത്തു നല്ല ഒരു നാടുണ്ട്, ആ നാട്ടിൽ നീ പോയാൽ രക്ഷപ്പെടും. അവിടെ ആലിമിനോട് ചോദിക്കുമ്പോഴുള്ള വിഷയം ഇതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, നീ വിചാരിക്കും ഇവന്മാർ പറയുന്നതൊക്കെ ശരിയാണെന്ന്. ഒരിക്കലും ശരിയല്ലടാ. നമ്മളെ ഏതെങ്കിലും രീതിയിൽ പിഴപ്പിക്കാൻ നോക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിന്നെ ഉപദേശിക്കാൻ വരുന്നവന്, ഉപദേശിക്കുന്നവനും ഒരു യോഗ്യത ഉണ്ടാകണം. ഉപദേശിക്കുന്നവനും ഒരു യോഗ്യത ഉണ്ടാകണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും താത്താനോട് വിളിച്ചിട്ട് ഒരുത്തി എവിടെങ്കിലും പോയി 4 ക്ലാസ്സും കേട്ടിട്ട് നിൻ്റെ അടുത്ത് വരും ഉപദേശിക്കാൻ. ഈ ഉപദേശിക്കാൻ വരുന്നവളോട് നീ ചോദിക്കണം, നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം, പക്ഷെ ഒറ്റ ചോദ്യത്തിന് ഉത്തരം തരണം. എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഈ ബിദ്അത്തിന്റെ അഹ്ലുകാർ നിന്നെ ഉപദേശിക്കാൻ വരുമ്പോൾ നീ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം മതി. നീ ചോദിക്കണം, 4 മദ്ഹബുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ. ഇമാം ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ഈ 4 മദ്ഹബാണ് ലോകത്തുള്ളത്. ഈ വരുന്നവനോട് ചോദിക്കണം, ഈ 4 മദ്ഹബിൽ ഏത് മദ്ഹബാണ് നീ അംഗീകരിക്കുന്നത്? ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, വന്ന വഴിയെ ഓടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവർക്ക് മദ്ഹബൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ സൂക്ഷ്മത പുലർത്തണം. ഈ ബിദ്അത്തിന്റെ അഹ്ലുകാരുമായി നമ്മൾ ഒരിക്കലും അവരിലേക്ക് ചേർന്ന് പോകരുത്. വളരെ സൂക്ഷ്മത പുലർത്തണം. അതുകൊണ്ടാണ് മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് ദീനാടോ, ആദർശമാണ് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ആരാണ് മഹാന്മാരാരാ, ഔലിയാക്കന്മാരാരാ, സയ്യിദന്മാരാരാ, ആലിമീങ്ങളാരാ, പടച്ചവനെ പറഞ്ഞു കൊടുക്കടോ, പഠിപ്പിച്ചു കൊടുക്കടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി പറഞ്ഞു കൊടുത്ത 1ാമത്തെ കാര്യമാണ്. ഇനി 2ാമത്തെ കാര്യം എന്തെന്നറിയോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു ദിവസം നേരം വെളുത്തപ്പോ യാക്കൂബ് നബിയുടെ 12 മക്കളിൽ 11ാമത്തെ മകനുണ്ടല്ലോ, 11ാമത്തെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമകനുണ്ടല്ലോ, ഒരു ദിവസം നേരം വെളുത്തപ്പോ വാപ്പാടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, വാപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് വാപ്പാ. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകൻ വന്നിട്ട് വാപ്പാനോട് പറയുന്നു, എനിക്കൊരു കഥ പറയാനുണ്ട് വാപ്പാ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. 11ാമത്തെ പൊന്നുമോന് വാപ്പാടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് എന്ന് പറയുന്ന തിരക്കു പിടിച്ച പിതാവ്, ഒരു സമുദായത്തിന്റെ പ്രവാചകനാണ്. റബ്ബേ, 10 മക്കൾ മുകളിലുണ്ട്, ഒരുപാട് തിരക്കുകൾ പിടിച്ച പിതാവ്.
പിതാവാണ്. ആ ചെറിയ മകൻ വന്നിട്ട് പറയുന്നു, വാപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് നബി തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തുകയാണ്. തന്റെ പൊന്നാര മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് ആ പിതാവ് ചോദിക്കുന്നു, മോനെ എൻ്റെ പൊന്നുമോൻ കണ്ട സ്വപ്നമെന്താ? എൻ്റെ പൊന്നുമോൻ കണ്ട സ്വപ്നമെന്താ? ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകൻ അന്താരാഷ്ട്ര കാര്യമല്ല പറയുന്നത്. രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം പോലും തൻ്റെ വാപ്പാന്റെ അടുക്കൽ വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അത് കേൾക്കാനുള്ള മനസ്സ് വാപ്പയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്കുള്ള ഒന്നാമത്തെ പരാതി തിന്നാൻ തരുന്നില്ല, ധരിക്കാൻ തരുന്നില്ല എന്നല്ല. ഇന്നത്തെ മക്കളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ? വാപ്പ എന്നോട് സംസാരിക്കാറില്ല, വാപ്പ എന്നോട് സംസാരിക്കാറില്ല. പടച്ചവനെ, സമയമില്ലടോ. ഇന്നത്തെ ഉപ്പമാർക്ക് സമയമില്ല മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ. ഏത് വാപ്പയാ സംസാരിക്കുന്നത്? മക്കളെ കുറ്റം പറയുന്ന, മക്കളെ കുറിച്ച് മോശമായത് പറയുന്ന വാപ്പാ. നിന്റെ മകനോട് സംസാരിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ചുമലിലൊന്ന് കൈയിട്ടിട്ട് എന്താണടാ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ, മോളെ വാപ്പയില്ലേ, മോളുടെ സങ്കടം എന്താണ്, മോളുടെ പ്രയാസം എന്താണ്? ഒരു വട്ടം ചോദിച്ചിരുന്നെങ്കിൽ നിന്റെ മകൾ വഴിതെറ്റി പോകുമായിരുന്നു. നമ്മൾ പറയാറില്ലടോ, നമ്മൾ കേൾക്കാറില്ലടോ. കാരണം ബാപ്പമാർക്കൊരു ധാരണയുണ്ട്, മക്കളോട് സ്നേഹം കാണിച്ചാൽ അത് എന്തോ പ്രയാസമാണെന്ന് കരുതുന്നവരുണ്ട്. ഒരിക്കലുമില്ല. മക്കളോട് സംസാരിക്കണം, അവന്റെ മനസ്സറിയണം, അവന്റെ സങ്കടം അറിയണം. അവന് കണ്ടവന്റെ മോനല്ല, നിന്റെ മോനാ വാപ്പാ. ഉമ്മ മക്കളോട് സംസാരിക്ക്. നിനക്ക് സമയമില്ലല്ലോ, 24 മണിക്കൂറും ജോലിയുടെ കാര്യമാ പറയുന്നത്. അല്ലെങ്കിൽ ഫോണും എടുത്തുകൊണ്ട് നടക്കുകയാണ്. സ്വന്തം മകളോടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ നിനക്ക് സമയമില്ല. പടച്ചവനെ, നല്ലത് കണ്ടാ പറയാറില്ല, മക്കളോടൊന്നും പറയാറില്ല. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ സങ്കടമാണ്. പെണ്ണ്, നിന്റെ പൊന്നുമോള് നല്ല ഒരു വസ്ത്രം ധരിച്ച് ഇറങ്ങുമ്പോ മോളെ കൊള്ളാമെന്ന് നീ പറയാറുണ്ടോ? ഇന്ന് സുന്ദരിയായിട്ടുണ്ട്, ഈ വസ്ത്രം നിനക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട്. പടച്ചവനെ, പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങി. നല്ലത് പറയണം സഹോദരാ, നല്ലത് പറയണം സഹോദരാ. ഇത് പറയാതെ വരുമ്പോഴാണ് മക്കള് വഴിതെറ്റി പോകുന്നത്. പടച്ചവനെ, പിതാവെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറെ പോലെ പെരുമാറേണ്ട ആളല്ല. മക്കളോട് അതാ കടിച്ചു കീറേണ്ടവരല്ല, സ്നേഹത്തോട് സംസാരിക്കടോ. പഴയ കാലമൊന്നുമല്ലല്ലോ ഇത്, പഴയ കാലഘട്ടമല്ല, പുതിയ തലമുറയാണ്. ആ മക്കളോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറ്. അവന്റെ ആഗ്രഹങ്ങൾ എന്താ? സ്വപ്നം കാണാത്ത മക്കളില്ല. വാപ്പ മക്കളോട് സംസാരിക്കാറില്ല, കടിച്ചു കീറിയതുപോലെ നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയെ മനുഷ്യ നിന്റെ മോനാ അത്. അവൻ നിന്നെക്കാളും വളർന്നു വാപ്പ. അവൻ്റെ തോളിലൊന്ന് കൈയിട്ടിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ചോദിക്ക്, എന്താടാ നിന്റെ സങ്കടം? ഇത് നീ പറയുന്നത് മാത്രം അവൻ കേൾക്കണം. അതെന്ത് നിയമമാപ്പ? നമ്മൾ പറയുന്നത് മാത്രം അനുസരിക്കണം. അത് നല്ലതാണോ, ഇഷ്ടമുണ്ടോ, ഇഷ്ടമില്ല എന്ന് നോക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം മക്കൾ പഠിക്കാൻ പോകുന്നു. അവൻ എന്താണ് ആഗ്രഹം? നീ പറയുന്നത് പഠിക്കണമെന്നല്ല, അവൻ്റെ ആഗ്രഹം കൂടെ നോക്കണ്ടേ. നിന്റെ മകൻ +1 എടുക്കുന്നു, അവന് സയൻസ് ആണോ വേറെ എന്തെങ്കിലും പഠിക്കണോ, അവനോട് ചോദിക്ക്. ഓരോരുത്തരും അവരുടെ മക്കളോട് അവൻ്റെ ആഗ്രഹം കൂടെ ചോദിക്ക്. നല്ലതാണെങ്കിൽ പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ അവനെ ഉപദേശിക്ക്. അല്ലാതെ നീ അടിച്ചമർത്തലല്ലോ. ഞാനിപ്പോൾ എൻ്റെ മകൻ, എൻ്റെ പ്രിയപ്പെട്ട മകൻ, അള്ളാഹു എനിക്ക് 3 ആമക്കളെ തന്നു. അള്ളാഹു നല്ല മക്കളാക്കി തരുമാറാകട്ടെ, അള്ളാഹു നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ഞാൻ ആലിമ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എനിക്കറിയാം ആലിമാക്കണമെന്നാണ്. എൻ്റെ മക്കളെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എൻ്റെ 3 മക്കളെയും ഖുർആൻ പഠിപ്പിക്കണം, ഹാഫിളീങ്ങളാക്കണം. അള്ളാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഞാൻ മൂത്തവനോട് ചോദിച്ചു, നിൻ്റെ ആഗ്രഹം എന്താ? അവന് പോലീസ് ആകണമെന്നാണ് പറഞ്ഞത്. എൻ്റെ സിനാനിൻ്റെ ഒരുത്തം പോലീസ് ആകണം. രണ്ടാമത്തവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ആഗ്രഹം അവന് പൈലറ്റ് ആവണമെന്നാണ്. വല്ലാത്ത ആഗ്രഹം പറഞ്ഞ്. ഞാൻ ഒരിക്കലും അവനെ വഴക്ക് പറഞ്ഞില്ല. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞ കാര്യം, നീ പൈലറ്റ് ആവോ പോലീസ് ആവോ ആരാണെങ്കിലും ആയിക്കോ, പക്ഷേ ഖുർആൻ മുഴുവനും പഠിച്ചിരിക്കണം. ഒറ്റ നിയമമേ ഉള്ളൂ. ഹാഫിളായിട്ട് നീ ആരെ വേണമെങ്കിലും ആയിക്കോ.
നമുക്ക് എൻ്റെ മോനോട് പറഞ്ഞു, നീ ഖുർആൻ മുഴുവനും പഠിച്ചിട്ട് 3 കൊല്ലം എനിക്കിതാ, ബാക്കി മൊത്തം നീ എടുത്തോ. നീ പറയുന്ന എന്തിനും ഞാൻ തയ്യാറ്, പക്ഷേ നീ ഖുർആൻ മുഴുവനും പഠിക്കണം. അള്ളാഹു എൻ്റെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഞാൻ പഠിക്കാൻ കൊണ്ട് വിട്ടിട്ടുണ്ട് ഒരാളെ, 5 ദിവസവും കണ്ടാൽ അള്ളാഹുവിനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പെട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ വന്നേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാഫിളായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വീട്ടിൽ വന്നേരെ, പിന്നെ നിനക്ക് എന്ത് വേണേലും പഠിച്ചോ. എടേ, നമ്മൾ അങ്ങനെ മക്കളോട് പറയേണ്ട രീതിയിൽ ആര്യമാക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞതിന് വേറെ അർത്ഥമൊന്നും നിങ്ങൾ കാണരുത്. കാരണം മക്കളോട് പെരുമാറേണ്ട രീതിയിൽ വേണം പെരുമാറാൻ. കടിച്ചു കയറിയിട്ട് കാര്യമൊന്നുമില്ല. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണോടും ചില രീതിയിൽ പെരുമാറിയാലേ ജീവിതം മുന്നോട്ട് പോകും. ഇപ്പോൾ ഭർത്താക്കന്മാർ മുഴുവനും പറയുന്നുണ്ട്, ഉസ്താദെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ കേൾക്കത്തില്ല. എല്ലാ ഭർത്താവിൻ്റെയും പരാതിയാണ്. എല്ലാ ആണുങ്ങളും പറയും, ഉസ്താദെ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ഈ ആണുങ്ങളുടെ ഒരു വാശിയാണ് ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണമെന്ന്. എൻ്റെ പൊന്നാര ചങ്ങാതി, നീ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ വരയെ കയറി നിൽക്ക്. നിൻ്റെ ഭാര്യ ഒരിക്കലും ആ വരയെ നിൽക്കില്ല. ആദ്യം നീ മനസ്സിലാക്കത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഏതൊരാണിൻ്റെ ആഗ്രഹം എന്താ? ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. നിൽക്കൂലടോ. നീ തലകുത്തിക്കട നോക്കിയാലും നിൽക്കൂല. നിൽക്കുമോ താത്താമാരെ? നിൽക്കൂല. അതെങ്ങനെ? അവരല്ലാഹു പടച്ചിരിക്കുന്നത് ഒരു വളഞ്ഞ എല്ലിൽ നിന്നാ. കൂടുതൽ വളച്ചാലും പ്രശ്നമാണ്, കൂടുതൽ നോക്കിയാലും പ്രശ്നമാണ്. വളയ്ക്കുകയും വേണ്ട, ഒടിക്കുകയും വേണ്ട, അങ്ങനെ നിർത്തിയാൽ മതി. പെണ്ണുങ്ങൾക്ക് ഭയങ്കര സങ്കടം, ഉസ്താദ് എന്നെ നോക്കണില്ല, എൻ്റെ വാപ്പാനെ നോക്കണില്ല, എൻ്റെ വീട്ടിൽ പരാതി പറയുന്നവരുണ്ടല്ലോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. പെണ്ണിൻ്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. കേസൊന്നും കൊടുക്കൂലല്ലോ. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരികയാണ്. എന്തോ യാത്ര കഴിഞ്ഞ് വലിയ പ്രയാസത്തിൽ നബി തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വീടിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ ആയിഷ ബീബി തടഞ്ഞു നിർത്തി നബി തങ്ങളെ. വീടിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. വീടിൻ്റെ മുമ്പിൽ തന്നെ തടഞ്ഞു നിർത്തിയിട്ട് നബിതങ്ങളോട് ആയിഷ ബീവി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നബിയെ, ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഭാര്യമാരെങ്ങാനും ചോദിച്ചാൽ ഉള്ള രംഗമൊന്ന് ആലോചിക്കുക. നമ്മൾ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാന്ന് ആലോചിക്കേ. ആയിഷ ബീബി നബിതങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, എടി, എനിക്ക് നിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ്. മനസ്സിലാക്കേണ്ട ചില വശങ്ങളുണ്ട്. ആയിഷ ബീബി മാറി നബിതങ്ങൾ വീടിൻ്റെ അകത്ത് കയറി. രണ്ടാമതും പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ആയിഷ ബീബിയുടെ ചോദ്യമാണ്. ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് നബിയെ, അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറില്ലേ, അബൂബക്കറിനോടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയിഷ ബീബി നബിതങ്ങളെ കെട്ടിപ്പിടിച്ചു, ചുംബനം കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. ഇതിന് എന്ത് മനസ്സിലായി? ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുമ്പോൾ നിന്റെ ഭാര്യ വിളിച്ചിട്ട് പറയണേ, എടി, നിന്റെ വാപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്തുണ്ടോ? സുബ്ഹാന, അത്ര നല്ല മനുഷ്യനാ. നിന്റെ ഉമ്മ എന്ത് ഒന്ന് പറഞ്ഞു നോക്കിയേ, തലയിൽ കയറാതെ നോക്കിയാൽ മതി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളെപ്പോഴും മക്കളോട് പെരുമാറുമ്പോൾ കടിച്ചു കയറുന്ന കാലം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നാക്കിയ പിന്നെ മിണ്ടൂല, പേടിയായിരുന്നു. ഇപ്പം കാലം മാറി. നമ്മളുടെ മക്കൾ അവരോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറടോ. ഈ പെരുമാറത്തത് കൊണ്ടാ നിന്റെ മകൾ നല്ല ഒരു വസ്ത്രം ധരിച്ചു. ഉമ്മ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് തന്നെ പറ. അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം നീ പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് മേടിച്ച് ധരിക്കാൻ കൊടുക്കണ്ട, അവളുടെ വീടിൻ്റെ അകത്തെങ്കിലും ധരിക്കാൻ കൊടുക്ക്. നീ കൂട്ടുകാരുടെ കൂടെ നിന്റെ മക്കളെ വിടത്തില്ല. നിന്റെ മകളുടെ കൂട്ടുകാരിയുടെ കൂടെ നീ കറങ്ങാൻ വിടത്തില്ല. നീ കൊണ്ടുപോകത്തുമില്ല, വിടത്തുമില്ല. എന്നാൽ മക്കൾ കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വിടും, അത് വിടത്ത. എന്നാൽ നീ കൊണ്ടുപോകത്തില്ല. നീ നല്ലത് പറയത്തില്ല, നീ നല്ലത് ചെയ്യത്തില്ല. മക്കളുടെ കാര്യത്തിൽ അവരെ പിടിച്ചു കെട്ടരുത്. അങ്ങനെ കെട്ടുമ്പോഴാണ് മക്കൾ കണ്ടവൻ്റെ കൂടെ ഓടിപ്പോകുന്നത്. നിനക്ക് സമയമില്ലല്ലോ, ഫോൺ താഴെ വെച്ചാലല്ലേ സമയമുള്ളൂ. മക്കളെ സ്നേഹിക്കാൻ സമയമില്ലല്ലോ. നിനക്ക് നിന്റെ കാര്യം തന്നെ ഗ്രൂപ്പും മറ്റുള്ളതുമായിട്ട് ഇങ്ങനെ നടക്കുക. കഴുത്തിങ്ങനെ പിടിച്ച് കഴുത്തുവേദന തുടങ്ങി. മൊബൈൽ അടുക്കള പാത്രം കഴിയുമ്പോഴും ഫോണാ ചെവിയിൽ. അതിനപ്പുറം പിന്നെ ഉസ്താദന്മാരുടെ വയലും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് എന്ത് കാര്യം? എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം, ആ ചെറിയ മകൻ വന്നിട്ട് പറയുന്ന, ഉപ്പാ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താ മോനെ?
സ്നേഹത്തോടെ തൻ്റെ പൊന്നാര മകനെ വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തൻ്റെ പൊന്നാര മകനോട് ചോദിക്കുന്നു, മോൻ കണ്ട സ്വപ്നം എന്താണ്? അവിടെ നിന്ന് പറയുകയാണ്, വൈദ് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. അപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനുമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായി, സൂര്യനും ചന്ദ്രനുമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി എന്ന് പറയുന്ന മകന് വാപ്പാടെടുക്കൽ പറയുമ്പോ വാപ്പ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? വാപ്പ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? പഠിക്കണേ പെങ്ങളെ, പഠിക്കണേ സഹോദര. തൻ്റെ പൊന്നാര മകനൊരു സ്വപ്നം എന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബിക്ക് മനസ്സിലായി, തൻ്റെ മകന് സാധാരണ ഒരു കുട്ടിയല്ല, ഇവന് സാധാരണ ഒരു മകനല്ല എന്ന് മനസ്സിലായി. യാക്കൂബ് നബിയുടെ മറുപടി എന്താ? ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. യാക്കൂബ് നബി പറഞ്ഞ മറുപടി കേൾക്കണേ. തൻ്റെ പൊന്നാര മകൻ വന്നൊരു സ്വപ്നം കണ്ട കഥ പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? മോനെ, ഇതാരോടും പറയരുതെന്നല്ല, നാട്ടുകാരോട് പറയരുത്, കൂട്ടുകാരോട് പറയരുത്, കുടുംബക്കാരോട് പറയരുത്, അയൽവാസികളോട് പറയരുത്. യാക്കൂബ് നബിയുടെ മറുപടി എന്തെന്നറിയുവോ? മോനെ യൂസുഫ്, നീ നിന്റെ ഇക്കാമാരോട് പറയല്ലേ, നീ നിന്റെ സഹോദരങ്ങളോട് പറയാൻ പാടില്ല, ആരോടും പറയരുതെന്നല്ല, നീ നിന്റെ കൂടപ്പിറപ്പിനോട് പോലും പറയരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തുകൊണ്ടാ സഹോദര നമ്മൾ തുറന്ന പുസ്തകം പോലെയാണ്, നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് ബാംഗ്ലൂരിലുണ്ട്, എനിക്ക് കണ്ണൂരുണ്ട്, പയ്യന്നൂരിൽ ഷോപ്പുണ്ട്, ദുബൈയിൽ 2 ഷോപ്പുണ്ട്, എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും പറയരുത്. എന്തേ കാരണം? പടച്ചവര് ഈ കാലഘട്ടത്തില് എന്നെക്കാളും നല്ല ഒരു ജീവിതം അവനുണ്ടാകാൻ പാടില്ല, എന്നെക്കാളും അവന് വളരാൻ പാടില്ല, എന്നെക്കാളും അവന് പണമുണ്ടാകാൻ പാടില്ല. കൂടപ്പറപ്പിന് തന്നെ ശത്രുതയാടോ, കൂടപ്പറപ്പിന് തന്നെ ശത്രുതയാടോ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വന്തം സഹോദരൻ തന്നെ സഹോദരിക്ക് സിഹിർ ചെയ്യുന്ന കാലമാടോ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ശത്രുതയുണ്ടാകുമടോ. ഇബ്ലീസ് അവരെ പിഴപ്പിക്കുകയാണ്, ഇബ്ലീസ് അവരെ പിഴപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. അത് സ്നേഹത്തിന്റെ വിഷയത്തിലാണെങ്കിലും പെരുമാറ്റത്തിന്റെ വിഷയത്തിലാണെങ്കിലും മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. അത് നിസ്സാര കാര്യമല്ല, അത് നിസ്സാര കാര്യമല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഒരു കുഞ്ഞോടി വരികയാണ്, ഒരു പൊന്നുമോൻ ഓടി വരികയാണ്. വാപ്പാടെ ചാരത്തേക്ക് പൊന്നുമോൻ ഓടി വന്നു, കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് സ്വഹാബി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ മോനാണ് നബിയേ, എന്റെ മോനാണ് നബിയേ. നബി തങ്ങളോട് പറയുകയാണ്, കുഞ്ഞിനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. തന്റെ പൊന്നുമോനെ പിടിച്ചു മടിയിലിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോ പെൺകുട്ടി വരികയാണ്. അവൾ മുത്തതാ വാപ്പയുടെ ചാരത്ത് വന്നപ്പോ നബി തങ്ങളോട് പറഞ്ഞു, എന്റെ മോളാണ് നബിയേ. കുഞ്ഞിന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തു, പിടിച്ച് താഴെ ഇരുത്തി. അള്ളാഹുവിന്റെ പ്രവാചന്റെ മുഖമങ്ങു മാറുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ നീതി കാണിച്ചില്ല. നബി തങ്ങൾ പറഞ്ഞു, നീ നീതി കാണിച്ചില്ല. എന്ത്
എന്തേ നബിയേ, എന്തനീതിയാണ് ഞാൻ ചെയ്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ നിന്റെ മകനെ മടിയിലിരുത്തി, നിന്റെ മകളെ നീ താഴെ ഇരുത്തി. ഇത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലടോ. നമ്മൾ നിസാരമായി കാണുകയാണ്. മക്കൾക്കിടയിൽ വേർതിരിവാണ്. ഒരുത്തന് വല്ലാത്ത പരിഗണനയാണ്, ഒരാളോട് മാത്രം വല്ലാത്ത സ്നേഹമാണ്. പെൺകുട്ടികളെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടടോ. കുടുംബ സ്വത്ത് വിഹിതം വെച്ചപ്പോ ഒരാൾക്ക് കൂടുതൽ, ഒരാൾക്ക് കുറവ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശരിയല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബസീർ എന്ന് പറയുന്ന നുഅ്മാൻ ഇബ്നു ബസീർ വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയേ, നുഅ്മാനിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. അവൻ ഇൽമു പഠിക്കുന്നവനാ, അവൻ ഉസ്താദിനെ പഠിക്കുന്നവനാ, അവനൊരു മുതഅല്ലിമാ, ദുനിയാവുമായിട്ട് വേറെ ബന്ധമില്ല. അതുകൊണ്ട് ഇവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. അതുകൊണ്ട് എന്റെ വസ്തു ഇവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. എന്റെ സ്ഥലം നുഅ്മാനിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ ചോദ്യം എന്തെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ ചോദ്യം എന്താ? ബസീറേ, പ്രായമാകുന്ന കാലത്ത് നുഅ്മാ മാത്രം വന്നാ മതിയോ? രോഗിയായി കിടക്കുമ്പോ, മരിച്ചു കിടക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ, അതാ മയ്യത്ത് ചുമക്കാൻ ഒരാള് മാത്രം വന്നാ മതിയോ? വേറെ ആരും വരണ്ടേ നുഅ്മാൻ? അല്ലാഹുവേ, നുഅ്മാ മാത്രം വന്നാ മതിയോ? വേറെ ആരും വരണ്ടേ ബസീർ? അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ശരിയല്ല. അല്ലാഹുവിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും. ഖബറിനകത്ത് പോലും നിനക്ക് സമാധാനം കിട്ടൂല. ഒരുപാട് ചരിത്രങ്ങൾ സാക്ഷിയാണ്. എന്റെ ഉമ്മാനോട് പറയട്ടെ, ഒരിക്കലും മക്കളെ പരസ്പരം കമ്പയർ ചെയ്യരുത്. ഉമ്മ പറയുകയാ, അവനെ കണ്ട് പഠിക്കടാ, അവനെ കണ്ട് പഠിക്ക്.